നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാടിനെ പിടിച്ചുകുലുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഇന്ന് 8 ദിവസം. അപകടം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും തിരച്ചിൽ തുടരുകയാണ്. സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തുക. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും NDRF-ഉം ചേർന്നാണ് അവിടെ തിരച്ചിൽ നടത്തുന്നത്. ചാലിയാറിന്റെ വിവിധ മേഖലകളിൽ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. സൂചിപ്പാറയ്ക്ക് താഴെയുള്ള വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപവും പരിശോധന നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ചാലിയാറിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് നേരത്തെ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ മൃതദേഹം കണ്ടെത്തിയ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും വിവിധ പ്രദേശങ്ങളിൽ ഇന്നും പരിശോധന തുടരും. അതേസമയം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ഹാരിസൺ പ്ലാന്റേഷന്റെ 50 സെന്റ് ഭൂമി കൂടി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ജില്ലാ കളക്ടർ ഏറ്റെടുക്കും. ഇന്നലെ സംസ്കരിച്ചത് 30 മൃതദേഹങ്ങളും 150-ലേറെ ശരീരഭാഗങ്ങളുമാണ്. മൃതദേഹം ബന്ധുക്കൾക്ക് പിന്നീട് തിരിച്ചറിയാനുള്ള അടയാളങ്ങളോടെ സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംസ്കാരം നടത്തിയത്. കൂടാതെ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകൾ ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തകർന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് ഇന്നു മുതൽ പരിശോധനയും തുടങ്ങും.